ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂരവ് പൊടി കൊണ്ടുള്ള ലഡു ആണ്. വളരെ ടേസ്റ്റിയും ഈസിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് 1 കപ്പ് റാഗി പൊടിയാണ്. ഇത് 1/2 കപ്പ് കടലമാവാണ്. കടലമാവിന് പകരം മൈദമാവ് വേണമെങ്കിലും ചേർക്കാം. രണ്ടും കൂടെ ഒരു പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഈ കട്ടിയിൽ മിക്സ് ചെയ്തെടുക്കണം. എണ്ണ ചൂടായ ശേഷം ഇതുപോലെ ബൂന്തി ഉണ്ടാക്കി എടുക്കാം. ബൂന്തി ഹാർഡായി പോകരുത്, സോഫ്റ്റ് ആയിരിക്കണം. ഹാർഡായാൽ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. കുറച്ചൊന്ന് മുരിഞ്ഞു വരുമ്പോൾ കോരി മാറ്റണം. കൂടുതൽ നേരം ഇട്ട് ഹാർഡാക്കരുത്. ഇതുപോലെ ബൂന്തി മുഴുവനും ഉണ്ടാക്കി കോരി മാറ്റണം. മുഴുവനും ഞാൻ ബൂന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസുകൾ വന്നാൽ കുഴപ്പമില്ല, മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ മുഴുവൻ ബൂന്തിയും മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പും കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ബൂന്തി നന്നായിട്ട് മുരിഞ്ഞു പോയാൽ മിക്സിയിലിട്ട് മുഴുവനും നന്നായിട്ട് പൊടിച്ചെടുക്കണം. മുഴുവൻ ബൂന്തിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര ഇടണം. 1 കപ്പ് വെള്ളം ഒഴിക്കണം. കയ്യിൽ ഒട്ടുന്ന പരുവം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പും ഞാൻ മാറ്റിയിട്ടുണ്ട്. ബൂന്തി ഇടുമ്പോൾ കൂടി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഷുഗർ സിറപ്പ് ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് ഇതുപോലെ മുഴുവൻ ലഡുവും ഉരുട്ടിയെടുക്കണം. കൂരവ് പൊടി കൊണ്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.